ഹായ് ഗായ്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൈപ്പ് ക്ലീനർ റോസ് ഫ്ലവേഴ്സ് ആണ്. അതിന് വേണ്ടി നമ്മൾ 2 പൈപ്പ് ക്ലീനർ എടുത്തിട്ട് ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് ആ ഒരു പൈപ്പ് ക്ലീനറിൽ ബാക്കി 3 എണ്ണവും അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അത് സെൻറ്ററിൽ വേണം അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ, നല്ല ടൈറ്റായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ അതൊരു പെറ്റലാക്കി എടുക്കണം. അതിൻ്റെ അറ്റം ടൈ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് എഡ്ജ് കാണുന്ന എഡ്ജിൽ നമ്മൾ ഒന്ന് കർവ് ചെയ്ത് അല്ലെങ്കിൽ വളച്ച് കൊടുക്കണം. ഇതുപോലത്തെ ഒരു 3 എണ്ണം ഉണ്ടാക്കി എടുക്കേണ്ടത് സ്മോൾ പെറ്റൽസ് ആണ്. ഇനി നമ്മൾ വലിയ പെറ്റൽ ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലത്തെ 2 എണ്ണം നേരത്തെ കാണിച്ച പോലെ തന്നെ 2 എണ്ണം ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു കട്ട് ചെയ്യാത്ത വലിയ പൈപ്പ് ക്ലീനറിൽ ആ 4 കട്ട് ചെയ്തത് നമ്മൾ ടൈ ചെയ്ത് കൊടുക്കണം. നേരത്തെ കാണിച്ച പോലെ തന്നെ ഇതും അതുപോലെ തന്നെ അറ്റത്തേക്ക് ടൈ ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് സൈഡും കർവ് ചെയ്യണം. ഇതുപോലത്തെ ഒരു 4 എണ്ണം ഉണ്ടാക്കിയെടുക്കണം. അത് കഴിഞ്ഞ് സെപ്പിൾസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഗ്രീൻ ടേപ്പ് എടുത്തിട്ട് ഈസി ആയിട്ട് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ സൈഡൊന്ന് കർവ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. 4 സെപ്പിൾസാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അത് കഴിഞ്ഞ് ലീഫ് ഉണ്ടാക്കാൻ വേണ്ടി ഈസി ആയിട്ട് നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ഒരു മെഷർമെൻറ്റ് എടുത്തിട്ട് നമ്മളിങ്ങനെ ഉള്ളിലേക്ക് വെച്ച് ടൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതുപോലത്തെ ഒരു 4 അല്ലെങ്കിൽ 3 ലീഫ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനകത്ത് 3 ലീഫാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ട്വിസ്റ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഗ്രീൻ ടേപ്പ്, ആ ബാലൻസ് വന്നെങ്കിൽ ഗ്രീൻ ടേപ്പ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇത് 3 നമ്മൾ ഒരുമിച്ച് അറ്റാച്ച് ചെയ്ത് വെച്ചേക്കണം. അത് കഴിഞ്ഞൊരു വുഡൻ സ്റ്റിക്കിൽ ഇതുപോലെ ഉള്ളിൽ സ്മോൾ ഇതും പെറ്റൽസും വെളിയിൽ ലാർജ് പെറ്റൽസുമായിട്ട് ടൈ കൊടുത്ത് സെപ്പിൾസായിട്ട് കണക്ട് ചെയ്ത് വേണമെങ്കിൽ ഒരു ബോം കൂടി കെട്ടിക്കെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലവർ റെഡി.